ഹലോ ഡിയേഴ്സ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മൾ ഒരു ഫോറസ്റ്റിൻ്റെ പിക്ചർ വരച്ച് പ്രാക്ടീസ് ചെയ്യാണ്. ഇത് വാട്ടർ കളറാണ് ചെയ്യുന്നത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫോറസ്റ്റ് എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് മാത്രമായിരിക്കും പ്രാക്ടീസ് ചെയ്യുന്നത്. കൂട്ടുകാരെല്ലാം എന്നോടൊപ്പം തന്നെ ഈ പിക്ചർ വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കണം. ഞാനൊരു ഫോറസ്റ്റിൻ്റെ, അതായത് ഒരു പേപ്പറിൻ്റെ ഇടത് സൈഡിൽ ഒരു ഫോറസ്റ്റിൽ വരുന്ന ഒരു വലിയൊരു മരത്തിൻ്റെ പിക്ചറും അതിൻ്റെ ട്രങ്ക് വരച്ചതിന് ശേഷം അതിന് മുകളിലായിട്ട് ഇലകളും വരയ്ക്കുകയാണ്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മരത്തിന് താഴെയുള്ള കുറച്ച് പുല്ലുകളാണ്. ഫ്രണ്ടിൽ കാണുന്ന പുല്ലുകളായതുകൊണ്ട് വളരെ ക്ലിയറായിട്ട് തന്നെ വരയ്ക്കണം. ഇപ്പം ദൂരെ കാണുന്നതിനനുസരിച്ച് അതിന് ക്ലാരിറ്റി കുറഞ്ഞു വരാം. അതാണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ കാണുന്ന ഓബ്ജക്റ്റുകൾ നല്ല ക്ലിയറായിട്ട് വരികയും ബാക്കിലോട്ട് പോകുമ്പോൾ അത് ക്ലാരിറ്റി കുറഞ്ഞു വരുന്നതിനെയാണ് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. ഇപ്പം മരത്തിനകത്തുള്ള ആ ടെക്സ്ചറുകൾ വളരെ കുഞ്ഞായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. നമ്മൾ കളർ ചെയ്യുന്ന സമയത്ത് ഇത്രയും കുഞ്ഞായിട്ടായിരിക്കില്ല കളർ ചെയ്യുന്നത്, എന്നാലും നമുക്കത് വരച്ച് ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. കൂടുതൽ തവണ ഈ പിക്ചർ വരയ്ക്കണം. വരച്ച് പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് കോമ്പറ്റീഷൻ ഈസി ആയിട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ. ഇപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏറ്റവും ബാക്കിലായിട്ട് കാണുന്ന ഒരു മരത്തിൻ്റെ പിക്ചറാണ്. അപ്പം അതിലെ കളറിൻ്റെ പെർസ്പെക്റ്റീവും ലൈനിൽ വരുന്ന പെർസ്പെക്റ്റീവും നമുക്ക് പഠിച്ച് മനസ്സിലാക്കാം. ഇതിലും ഫ്രണ്ടിൽ വരച്ച മരത്തിനെ പോലെ തന്നെ അതിലും എല്ലാ ക്ലിയർനെസ്സും ഞാൻ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയാൽ മാത്രമേ നമുക്ക് പിക്ചറുകൾ പിന്നീട് കളർ ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ. ഇനി ഫ്രണ്ടിലത്തെ മരത്തിൽ കണ്ടതുപോലെ തന്നെ കുഞ്ഞു ഗ്രാസുകൾ ഇങ്ങനെ നിൽക്കുന്നത്, പുല്ലുകൾ നിൽക്കുന്നത് വരയ്ക്കുകയാണ്. ഇതൊക്കെയാണ് നമ്മളുടെ പിക്ചറിൻ്റെ ക്ലാരിറ്റി കൂട്ടുകയും അതിനൊരു വെറൈറ്റി ഉണ്ടാക്കുകയും ചെയ്യുന്നത്. ഇനി നമുക്കൊരു വലിയ മരം വരയ്ക്കാം. ഈ പിക്ചറിന് കുറുകയായിട്ട് ഈ പിക്ചറിനെ വരയ്ക്കുകയാണ്. ഇത് ഒരു വലിയൊരു മരത്തിൻ്റെ ഒരു ബ്രാഞ്ച് നിൽക്കുന്നതാണ് വരയ്ക്കുന്നത്. ഇത് ലീവ്സാണ്. ഇത് ഞാൻ സ്പീഡിന് വരച്ച് കാണിക്കുന്നത്. ഇത് ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട് വീഡിയോയ്ക്ക്. അത് നിങ്ങൾക്ക് അത് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിൽ പോയിട്ട് അതിൽ സ്പീഡ് കുറച്ച് കാണുന്ന ഓപ്ഷനിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അല്ലെങ്കിൽ പോസ് ചെയ്ത് വെച്ചിട്ട് വരയ്ക്കുകയാണെങ്കിലും നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പിക്ചർ വളരെ പ്രാവശ്യം വരച്ച് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്കൊരു കോമ്പറ്റീഷന് പോകുന്ന സമയത്ത് വളരെ ഈസി ആയിട്ട് പിക്ചർ അവിടെ പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി ഞാൻ വരച്ച് കാണിക്കുന്നത് കുറച്ച് ചെടികളുടെ ഇലകളാണ്. ഒരു മാനിനെയാണ് ഇപ്പോൾ വരയ്ക്കുന്നത്. മറ്റൊരു കുഞ്ഞു മാനിനെയും വരയ്ക്കുന്നുണ്ട്. ഇതും പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഇനി കുറച്ച് പുല്ലുകളൊക്കെ വരച്ച് കൊടുക്കുകയാണ്. എങ്കിൽ മാത്രമേ നമ്മളുടെ പിക്ചറിന് ഒരു കാടിൻ്റെ എഫക്റ്റ് ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇത് മരത്തിനകത്തുള്ള ഒരു പൊത്താണ്. ഈ മരത്തിൻ്റെ ഒരു പൊത്തിനകത്ത്, അതായത് മരത്തിൻ്റെ ഒരു ദ്വാരത്തിനകത്ത് 2 കിളികൾ ഇങ്ങനെ റെസ്റ്റ് ചെയ്യുകയാണ്. അതാണ് വരച്ചിട്ടുള്ളത്. ഇത് മരത്തിലെ കുറച്ച് ഇലകളുടെ ഭാഗങ്ങളാണ്. ഈ ഇലകളെല്ലാം ഇങ്ങനെ വരച്ചിടുന്നത് നമുക്ക് ലൈറ്റ് ഷെയ്ഡും കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പല രീതിയിൽ നമുക്ക് വളരെ ക്ലാരിറ്റിയോടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇത് ഏറ്റവും ദൂരെ കാണുന്ന 2-3 മരങ്ങളാണ്. ഇതിൽ പെർസ്പെക്റ്റീവ് അനുസരിച്ചാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൽ ഓരോ ഭാഗങ്ങളായിട്ട് നമുക്ക് ഇവിടെ ക്ലിയർ ചെയ്യുന്നത് പോലെ നിങ്ങൾക്കും വരച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള പല ഭാഗങ്ങളായിട്ട് വരയ്ക്കുന്നുണ്ട്. അത് ഓരോന്നായിട്ട് വളരെ വ്യക്തമായിട്ടും ക്ലിയറായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കി അതിനെ ക്ലിയർ ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോയിൽ കാണുന്ന ചില ഭാഗങ്ങൾ ഞാൻ റബ്ബ് ചെയ്യാണ്. ഇവിടെ 2 ബേഡ്സിനെ വരയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ബേഡിൻ്റെ ഒരു തലയുടെ ഒരു വട്ടം ഇടുകയും പിന്നെ ബോഡിയുടെ ഒരു ഷേപ്പ് വരച്ച് കൊടുക്കുകയും അതിനുശേഷം 2 ചിറക് പറക്കുന്ന ചിറകാണ് കേട്ടോ ഇത്. ഇത് ഒരു സൈഡിലും മറു സൈഡിലുള്ള ചിറക് ഇങ്ങനെയും വരയ്ക്കുകയാണ്. ഇനി വാലിൻ്റെ ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യാം.
ഇനി കണ്ണ്, മൂക്ക്, ചെവി, അതിൻ്റെ കാല് എല്ലാ ഭാഗങ്ങളും ക്ലിയർ ചെയ്യുക. ഒരു കുഞ്ഞു പടമാണെങ്കിൽ പോലും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ക്ലിയർ ചെയ്യണം. ഇത് ഫ്രണ്ടിൽ കാണുന്ന ബേർഡ് ആയതുകൊണ്ടാണ് ഇത്രയും ക്ലിയർ ആയിട്ട് വരയ്ക്കുന്നത്. ഇനി അടുത്ത ബേർഡിനെ എങ്ങനെ വരയ്ക്കാമെന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപായിട്ട് ഒരു ചെടിയുടെ പിക്ചർ നമുക്ക് വരയ്ക്കാം. ഒരു ചെറിയ കുഞ്ഞു പ്ലാന്റാണ് ഇത്. അതിന് 2-3 ബ്രാഞ്ചുകളുണ്ട്. അതിൽ ഒരു ബ്രാഞ്ചിലാണ് നമ്മളുടെ ബേർഡ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഇരിക്കുന്ന ബേർഡിനെ വരയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു ചെറിയ ഒരു കുഞ്ഞു പ്ലാന്റിനെ കൂടി ഇതിനകത്ത്